ഈശ്വരേറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. അന്ധവിശ്വാസത്തിന്റെ വ്യാപാരികൾ എന്ന ശീർഷകം തുടരുകയാണ്. എല്ലാം അന്ധവിശ്വാസമാണെന്നോ, നിങ്ങളുടെ വിശ്വാസത്തിനകത്തൊന്നും കഴമ്പില്ലെന്നോ, നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ വിഫല ശ്രമങ്ങളാണെന്നോ നമുക്ക് അഭിപ്രായമില്ല. സാധാരണഗതിയിൽ വിശ്വാസം എന്നത് തന്നെ അന്ധമാണ് എന്ന് പറയുന്ന അനേകർ ലോകത്തുണ്ട്. മനുഷ്യൻ്റെ എല്ലാ പ്രയത്നങ്ങളും പ്രവൃത്തികളും ചിന്തകളുമെല്ലാം വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ പോലെ തന്നെ ദൈവവിശ്വാസം ഇല്ല എന്ന് പറയുന്നവരും എന്തെങ്കിലും ഒരു തത്വത്തിൽ വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലപാട് വിശ്വാസത്തിലാണ്. അവൻ്റെ എല്ലാ പ്രയോഗ പദ്ധതികളും പ്രവൃത്തികളും അടിസ്ഥാനമിടുന്നത് വിശ്വാസത്തിലാണ്. അതുകൊണ്ട് വിശ്വാസം നിഷേധിക്കാവുന്നൊരു കാര്യമല്ല. ഇനി യേശുക്രിസ്തുവിലുള്ള വിശ്വാസമോ, ആ വിശ്വാസമാകട്ടെ യുക്തിഭദ്രമായൊരു വിശ്വാസമാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന് പറയുന്ന കേവല യുക്തിയല്ലത്. ദൈവം മനുഷ്യാവതാരം പൂണ്ടതിലൂടെ സകല മനുഷ്യത്വത്തെയും തന്നിലേക്ക് ഉൾക്കൊള്ളുകയും തൻ്റെ ശരീരം അർപ്പിക്കുന്നതിലൂടെ മാനവകുലത്തിനാകെ മോചനം നൽകുകയും ചെയ്തു എന്ന പരമമായ സത്യമാണ് വിശ്വാസത്തിൻ്റെ കാതൽ. അങ്ങനെ ക്രിസ്തുവിലായി തീർന്നിരിക്കുന്നു നമ്മളെന്ന ബോധ്യത്തിൽ ജീവിക്കുക പ്രാധാന്യമേറിയ കാര്യമാണ്. അതിന് ചെയ്യാവുന്ന ഒരു പ്രയോഗ പദ്ധതി പ്രാർത്ഥനയുടേതാണ്. ജീവിതത്തെ ക്രമീകരിക്കുക എന്നതോടൊപ്പം അതിനെല്ലാം സഹായകമായി വർത്തിക്കുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഒരു അന്ധവിശ്വാസമല്ല. പക്ഷേ പ്രാർത്ഥനയെ അന്ധവിശ്വാസമാക്കി മാറ്റാൻ കഴിയും. പലപ്പോഴും സംഭവിക്കുന്നത് പ്രാർത്ഥനയെ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് മാറ്റി ഒരു അന്ധവിശ്വാസമാക്കി അധപ്പതിപ്പിക്കുന്ന പ്രവൃത്തികളാണ് നമുക്ക് കാണാൻ കഴിയുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നും നാം ദൈവത്തിലാണെന്നും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ കയ്യേൽപ്പിക്കേണ്ടതാണെന്നുമുള്ള ഉത്തമ ബോധ്യവും ആശ്രയത്വവും പകരുന്നതാണ് പ്രാർത്ഥന. ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ അരിഷിതാവസ്ഥ ദൈവം നമ്മുടെ അകമയുണ്ടെന്ന ബോധ്യമില്ലായ്മയാണ്. പരമാശ്രയമായ ദൈവമുണ്ട് എന്ന ബോധ്യമുണ്ടാകുമ്പോൾ, നാം തനിച്ചല്ല എന്ന് നമുക്ക് ഉറപ്പാകുമ്പോൾ ദൈവത്തിലുള്ള ജീവിതം ആരംഭിക്കാൻ പറ്റും. യേശു നമ്മുടെ അകമയുണ്ടെന്നൊരു ധാരണയുണ്ടെന്നിരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിലെ പ്രവൃത്തികളെല്ലാം മാറും. നിങ്ങൾക്ക് പിന്നെ പഴയതുപോലെ ജീവിക്കാൻ കഴിയില്ല. കരുണയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതം പ്രത്യാശയില്ലാത്തതായി മാറില്ല. അപ്പം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു, ദൈവം നമ്മുടെ കൂടെയില്ല എന്ന് തോന്നുന്നതാണ് നാം നേരിടുന്ന ഏറ്റവും വലിയ അരിഷിതാവസ്ഥ. അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പമാർഗം പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഏത് തരത്തിലായാലും, വാചികമായാലും കർമാനുഷ്ഠാനങ്ങളിലൂടെ ആയാലും, അവിടെയെല്ലാം കേന്ദ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് മനസ്സാണ്. മനസ്സ് ദൈവത്തെ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരാൾക്ക് അയാളുടെ ജീവിതത്തിൽ ദൈവമുള്ളത് ബോധ്യമാകുക. നാം എത്ര പാഠങ്ങൾ ചൊല്ലിപ്പഠിച്ചാലും, നാം എത്രത്തോളം അനുഷ്ഠാനങ്ങളിൽ പങ്കെടുത്താലും, മനസ്സ് ഫലരഹിതമായാൽ, അല്ലെങ്കിൽ മനസ്സ് ഈ ദൈവാനുഭവത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നില്ലെങ്കിൽ നമുക്ക് ഒരു വിടുതൽ അനുഭവം ഉണ്ടാകില്ല. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്ക് വിടുതൽ അനുഭവം ഉണ്ടായി, മനസ്സിന് ഒരു ഭാരക്കുറവ് അനുഭവപ്പെട്ടു എന്നൊക്കെ പറയുന്നത് അവിടെ മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതാണ്. അങ്ങനെ ദൈവാത്മാവിൻ്റെ നയിക്കപ്പെടലിന് പ്രധാന പങ്കുവഹിക്കേണ്ട മനസ്സിനെ പലപ്പോഴും പ്രലോഭിപ്പിക്കും. ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ മനസ്സിനെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകും. പൈശാചിക തിന്മകൾ പ്രവർത്തിക്കുന്നത് ഒരിക്കലും നേരിട്ടല്ല. എന്തുകൊണ്ടാണ് നേരിട്ട് പ്രവർത്തിക്കാത്തത്? നേരിട്ട് പ്രവർത്തിച്ചാൽ അത് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് അവയെ നിഗൂഢ ശക്തികളെന്ന് വിളിക്കുന്നത്. ഈ നിഗൂഢ ശക്തികളുടെ പ്രവർത്തനം എങ്ങനെയാണ്? അത് വളരെ സ്നേഹപൂർവകമായ തലോടലിൻ്റെ ഭാവത്തിലുള്ള സൗമ്യമായൊരു പ്രവൃത്തിയായിട്ടാണ്. സാധാരണ എങ്ങനെയാണ് വിശ്വാസം വ്യതിചലിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു കുരങ്ങിൻ്റെ കഥ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കുരങ്ങ് കൈ ചുരുട്ടിപ്പിടിച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ പറയുന്നത് മർക്കട മുഷ്ടി. അങ്ങനെ ചുരുട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കുരങ്ങ് കൈ ചുരുട്ടിപ്പിടിച്ചാലുള്ള പ്രത്യേകത, എത്ര ബലം പ്രയോഗിച്ചാലും ആ കൈ നിവർത്താൻ കഴിയില്ല. അങ്ങനെ നിവർത്താൻ കഴിയാത്ത ആ കൈ നിവർത്തണമെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു പ്രവൃത്തിയുണ്ട്. ആ കുരങ്ങിന് നിക്കിലിട്ടാൽ മതി.
നമ്മൾ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചിരിക്കുമ്പോൾ നാം അറിയാതെ നമ്മളെ ഇക്കിളിയിടുന്ന പൈശാചിക പ്രലോഭനങ്ങളെ തിരിച്ചറിയണം. അത് ചില സമയങ്ങളിൽ പ്രാർത്ഥനയുടെ രൂപത്തിൽ വരും. നേരിട്ട് വന്നാൽ അംഗീകരിക്കാൻ കഴിയാത്തത് പ്രാർത്ഥനയുടെ രൂപത്തിൽ വന്നാൽ അംഗീകരിക്കപ്പെടുമല്ലോ. ചിലപ്പോ നമുക്കുണ്ടാകുന്ന വചനം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൾക്കാഴ്ചകൾ പോലും ഇത്തരത്തിൽ മാനസിക ഭാവത്തിൽ നിന്നോ ലോകത്തിൽ നിന്നോ പൈശാചികതയിൽ നിന്നോ വരാം. പണ്ട് ഒരു പുരോഹിതൻ ഒരു കഥ പറഞ്ഞു കേട്ടതാണ്. അദ്ദേഹം ഒരു ഇടവകയിൽ ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ആ ഇടവക രണ്ടായിട്ട് സ്പ്ലിറ്റായി നിൽക്കുകയാണ്. രണ്ട് വിഭാഗങ്ങളാണ്. അതിലൊരു ഭാഗത്ത് ജ്യേഷ്ഠനുണ്ട്, ഒരു ഭാഗത്ത് അനിയനുണ്ട്. ഇവർ തമ്മിൽ വലിയ വഴക്കിലാണ്. ഇവരെ കേന്ദ്രീകരിച്ചാണ് ആ ഇടവക ഭിന്നിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞു, ഈ രണ്ട് സഹോദരങ്ങളൊന്ന് ഐക്യപ്പെട്ടാൽ ഈ ഇടവക ഐക്യപ്പെടും. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ ഇടവകയ്ക്കകത്തൊക്കെ പ്രമാണി സംഘങ്ങളൊക്കെ രണ്ടായി തിരിഞ്ഞു നിന്ന് ഇടവകയ്ക്കകത്ത് ഭിന്നത ഉണ്ടാക്കും. അപ്പൊ അങ്ങനെ ഈ ഭിന്നത ഒഴിവാക്കിയാൽ, ഈ രണ്ട് സഹോദരങ്ങൾ ഐക്യപ്പെട്ടാൽ ആ ഇടവക ഏറ്റവും നല്ല ഇടവകയായിട്ട് മാറും എന്ന് വികാരിയച്ഛൻ പറഞ്ഞു. വികാരിയച്ഛൻ പറഞ്ഞതനുസരിച്ച് ധ്യാന ഗുരുവായി അച്ഛൻ രണ്ട് സഹോദരങ്ങളെയും വിളിച്ച് സംസാരിച്ചു. അച്ഛൻ ഈ ആലോചനകൾ പറഞ്ഞു. നിങ്ങളിങ്ങനെ സൗഹാർദ്ദത്തിലായാൽ, സ്നേഹത്തിലായാൽ, സാഹോദര്യം വന്നാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും, ദൈവാനുഭവം ഉള്ളതായിട്ട് മാറും. നിങ്ങളങ്ങനെ ചെയ്യുന്നതിലൂടെ ഇടവക തന്നെ യോജിക്കും, അതൊരു വലിയ ദൈവാനുഭവത്തിൻ്റെ തലമായിട്ട് മാറും, അത് ദൈവത്തിന് പ്രീതികരമായ കാര്യമാണ് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു. വചനമൊക്കെ പറഞ്ഞ് സംസാരിച്ചു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠ സഹോദരൻ പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ പറയാവുന്ന ആലോചനകളൊക്കെ പറഞ്ഞല്ലോ, ദൈവിക ആലോചനകൾ. ഇപ്പോൾ പറഞ്ഞ ആലോചിക്കട്ടെ എന്ന് വെച്ചാൽ ആരായിട്ടായിരിക്കും? അത് ചെകുത്താനായിട്ടായിരിക്കും. കാരണം ദൈവത്തിൻ്റെ ആലോചന കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ തിരിച്ചു പോന്നു. പിറ്റേന്ന് അതിരാവിലെ ജ്യേഷ്ഠൻ അച്ഛനെ കാണാനെത്തി, ആലോചനയുടെ മറുപടി ആയിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി വചനമെടുത്ത് വായിച്ചു. വചനമെടുത്ത് വായിച്ചപ്പോൾ കൃത്യമായി എനിക്ക് ഉത്തരം കിട്ടിയച്ചോ. അച്ഛൻ വലിയ പ്രതീക്ഷയോടെ എന്താണെന്ന് അറിയാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ദുഷ്ടനോട് കൂട്ടുകൂടരുത് എന്ന വചനമാണ് എനിക്ക് കിട്ടിയത്. അവൻ മഹാദുഷ്ടനാണ്, കൂട്ടുകൂടാൻ കൊള്ളില്ല. എത്ര എളുപ്പത്തിൽ കാര്യം കഴിഞ്ഞെന്ന് നോക്കി. വായിച്ചത് ദൈവവചനമാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രലോഭകൻ നമ്മെ വേട്ടയാടുന്ന രീതികൾ തിരിച്ചറിയണം. നിഗൂഢമായിട്ടാണ് അത് പ്രാർത്ഥനയുടെ രൂപത്തിലും വന്ന് പതിക്കാം. പ്രാർത്ഥിക്കുന്നുവെന്ന് തോന്നുമ്പോൾ അത് നമുക്കൊരിക്കലും നൽകുന്ന അനുഭവമാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ദൃഢതയെ ചോദ്യം ചെയ്യുന്നതായിട്ടത് മാറും. നമുക്കൊരു ആത്മീയദാനത്തിന്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ആത്മീയദാനത്തിന്റെയും കുറവില്ല. വിശ്വാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്, ക്രിസ്തുവിലേക്കാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ആത്മീയദാനത്തിന്റെയും കുറവില്ല. 1 കൊരിന്ത്യർ 1:7 അത് പറയുന്നുണ്ട്. ആത്മീയദാനത്തിന്റെ ഒന്നും കുറവ് നമുക്കില്ല, ദൈവാത്മാവ് നമ്മോട് കൂടെയുണ്ട്. ഇത് തിരിച്ചറിയുകയാണ് പ്രാർത്ഥന വഴി യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഒരു തലം നമുക്ക് ഒരു ദൈവാനുഭവത്തിന്റെ തലത്തിലേക്ക് ഉയരാൻ പറ്റണം. ദൈവം കൂടെയുള്ള അനുഭവം ഉണ്ടാകണം. രണ്ടാമത്തെ ഭാഗം, ആ കൂടെയുള്ള ദൈവത്തെ ജീവിതത്തിൽ സമ്പൂർണമായ ആശ്രയത്വം വെക്കാൻ കഴിയണം. ലോകത്തിലും വ്യക്തികളിലും വസ്തുക്കളിലുമൊക്കെ ആശ്രയം വിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റണം. ദൈവിക സാന്നിധ്യ അവബോധം നമുക്കുണ്ടാകുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടും. ജീവിതത്തിൽ നമ്മൾ നിരാശ്രയത്വമുള്ളവരായിട്ട് മാറും. നമുക്ക് കഴിവില്ലാത്തതായി അനുഭവപ്പെടും. നമുക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. യോഹന്നാൻ 15:5 പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ ജീവിതത്തിൽ നമുക്ക് പ്രവർത്തനോന്മുഖമാകണമെങ്കിൽ, ക്രിയാത്മകമായ ഒരു മേഖലയിലേക്ക് കടക്കണമെങ്കിൽ അവിടെ നിശ്ചയമായും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാകണം. യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന പ്രവൃത്തി നമ്മിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന വിപത്ത് എന്താ? അത് ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാകില്ല. കേവല ഫലങ്ങൾ അതിനുണ്ടാകാം, ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതാകില്ല. ആത്യന്തിക നന്മയായിട്ടത് മാറില്ല. നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തി വിജയിക്കുന്നു. ആ പ്രവൃത്തി വിജയിക്കുന്നതുകൊണ്ട് നമുക്കെന്താ സംഭവിക്കേണ്ടത്? ഇപ്പൊ നിങ്ങളൊരു ബിസിനസ് ചെയ്യുകയാണ്,
ആ ബിസിനസ് വിജയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? താൽക്കാലിക ലക്ഷ്യമാണെങ്കിൽ പണം കിട്ടുമ്പോൾ കാര്യം നടക്കും. താൽക്കാലിക ലക്ഷ്യമല്ല നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ളത്. ആത്യന്തികമായ 2 ലക്ഷ്യങ്ങൾ പിന്നെയും കിടപ്പുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സ്വാനുഭവം ഉണ്ടാകണം, അനുഭവം ഉണ്ടാകണം, അഥവാ നിങ്ങൾക്ക് സാക്ഷാത്കാര അനുഭവം ഉണ്ടാകണം. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തി നമ്മിലുണ്ടാക്കുന്ന ഒരു ബോധമുണ്ട്. ഞാനിത് ചെയ്യുന്നു, ഈ ഫലം അനുഭവിക്കുന്ന ബോധമുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വീട്ടമ്മ എന്ന് പറയുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല. വീട്ടച്ഛനില്ലല്ലോ, വീട്ടമ്മ മാത്രമേ. നമ്മളൊരാൾ പാചകം ചെയ്യുകയാണെന്നിരിക്കട്ടെ. പാചകം ചെയ്ത് നമ്മൾ ഒരു നല്ല വിഭവം ഉണ്ടാക്കി ആ വിഭവം ഒരാൾക്ക് കൊടുത്തു. അത് അയാൾ കഴിക്കുന്ന നേരത്ത് അയാളുടെ മുഖം പ്രകാശിക്കുന്നത് കാണുമ്പോൾ, അയാൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് കാണുമ്പോൾ ആത്മപൂർണതയുടെ അനുഭവം ഉണ്ടാവും. ഇത് പൂർണ്ണമല്ല, പക്ഷെ ഒരു അനുഭവം ഉണ്ടാവും. ആ അനുഭവമാണ് യഥാർത്ഥത്തിൽ ഒരു സംരംഭം തുടങ്ങുന്നതിനകത്ത് ഉണ്ടാവേണ്ടത്. പണമാണ് കേവല ലക്ഷ്യമെങ്കിൽ അവിടെ തന്നെ തീർന്നു പോകും, അതിനപ്പുറത്തേക്ക് കിടക്കില്ല. പക്ഷെ ഒരു ബിസിനസ്സിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു, അത് വിജയം ഭരിക്കുന്നു എന്ന് കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, ഒരു പൂർണ്ണത പ്രാപിക്കുന്നതിന് അനുഭവം. അത് സമ്പൂർണ്ണമല്ലെങ്കിലും ആ ഫലം അതിന് പ്രത്യേകതയുള്ളതാണ്. ഇനി അടുത്ത തലമുണ്ട്. അടുത്ത തലം എന്താ? അടുത്ത തലം ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന അനുഭവമാണ്. ദൈവം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിത് സാധിച്ചതെന്ന് വരുമ്പോൾ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു എന്നൊരു ബോധം ഉണ്ടാവും. ഈ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ ഒരാളെ ജീവിതത്തിൽ വിജയം വരിച്ച സാക്ഷാത്കാര അനുഭവത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുക. പ്രാർത്ഥന പ്രത്യേകത ഉള്ളതായിട്ട് മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം തുടങ്ങുന്നു, ഞാനത് പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥന വഴി എനിക്ക് പണമുണ്ടാകുന്നു എന്നല്ല, പ്രാർത്ഥന വഴി ഈ ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്കൊരു സാക്ഷാത്കാര അനുഭവം ഉണ്ടാകുന്നു, അത് ചെയ്യാൻ കഴിയുന്നു എന്ന് ബോധം ഉണ്ടാകുന്നു. ആ കഴിയുന്നത് ദൈവകൃപയാലാണെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ ദൈവം എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു എന്ന് ബോധ്യം ഉണ്ടാകുന്നു. അങ്ങനെ ആത്മപൂർണതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ പ്രാർത്ഥന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, നിഷേധിക്കാവുന്ന കാര്യമല്ല. അത് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോഴാണെങ്കിലും, പഠിക്കുമ്പോഴാണെങ്കിലും, കഞ്ഞി വയ്ക്കുമ്പോഴാണെങ്കിലും, കറി വയ്ക്കുമ്പോഴാണെങ്കിലും, കിളയ്ക്കുമ്പോഴാണെങ്കിലും, ഒരു ചെടി നടുമ്പോഴാണെങ്കിലും, ഒരു നല്ല വാക്ക് പറഞ്ഞ് മറ്റേയാൾക്ക് സന്തോഷം ഉണ്ടാക്കുമ്പോഴാണെങ്കിലും, എവിടെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ഉണ്ടാകുന്നൊരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളെ അനുഭവിക്കുന്നത് ഇപ്രകാരമാണ്. നിങ്ങളെ അനുഭവിക്കുന്നതാണ് ആദ്യത്തെ തലമെങ്കിൽ, രണ്ടാമത്തെ തലത്തിൽ നിങ്ങളിലെ ദൈവത്തെ അനുഭവിക്കുന്നതാണ്. അങ്ങനെ ദൈവത്തെ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ ആനന്ദമുള്ളയാളായിട്ട് മാറുക. സന്തോഷമല്ല, ഹൃദയത്തിൽ ആനന്ദമുള്ളയാളായിട്ട് മാറുക. അപ്പൊ ഇതാണ് പ്രാർത്ഥനയുടെ യഥാർത്ഥ ഫലം. പ്രാർത്ഥന തെറ്റിദ്ധാരണജനകമായ വഴികളിലൂടെയാണെന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 21 ദിവസം പ്രാർത്ഥിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ, 9 ദിവസം വചനം വായിച്ചാൽ നടക്കുന്ന കാര്യങ്ങൾ, 3 മാസം വചനം വായിച്ച് നടക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെ നിരവധിയായ തട്ടിപ്പുകൾ ഇതിൻ്റെ പിറകെ അരങ്ങേറുന്നുണ്ട്. ഇവയെല്ലാം പ്രലോഭനങ്ങളാണെന്ന് തിരിച്ചറിയണം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ജീവിതത്തിന് ആവശ്യങ്ങൾ നേരിടുന്നവരാണ്. രോഗമുള്ളവരും, തകർച്ചയുള്ളവരും, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരും, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരും, കലഹമുള്ളവരും, പ്രശ്നങ്ങൾ നിരവധിയായുള്ളവരാണ്. ഈ ലോകം പ്രശ്നസങ്കീർണമായ ലോകമാണ്. ഇതിനെ മറികടക്കുക എന്നുള്ളത് നമുക്കുള്ളൊരു ടാസ്ക് തന്നെയാണ്. ഇതിനെ നേരിടുക, മറികടക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വ്യക്തിപരമായി നമുക്ക് കഴിയാവുന്ന കാര്യമല്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ദൈവമാണ് നമ്മുടെ പ്രവൃത്തികളുടെയും ജീവിതത്തിൻ്റെയും നിയന്താവ് എന്ന കാര്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആശ്രയിക്കുക, ആദ്യം പറഞ്ഞത് ദൈവാവബോധം ഉണ്ടാകുന്ന കാര്യമാണ്. രണ്ടാമത് ആശ്രയിക്കുക. എന്തുകൊണ്ടാണ് ആശ്രയിക്കേണ്ടി വരുന്നത്? നമുക്കറിയാം നമ്മുടെ ഒരു പ്രവൃത്തിയും പരിപൂർണമല്ല. ലോകം കണ്ട ഏക പരിപൂർണമായ പ്രവൃത്തി ക്രിസ്തുവിൻ്റെ ജീവാർപ്പണമാണ്. അതിനപ്പുറം ഒരു പ്രവൃത്തി ലോകത്തില്ല. ഒരുവൻ അവനെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു എന്നതിനേക്കാൾ വലിയൊരു പ്രവൃത്തി ലോകത്തില്ല. കർമ്മങ്ങളുടെ പൂർണ്ണത ക്രിസ്തുവാണ്. അപ്പൊ അങ്ങനെ കർമ്മങ്ങളുടെ പൂർണ്ണത ക്രിസ്തുവായതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രവൃത്തികളുടെ അപൂർണത പരിഹരിക്കാൻ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവാശ്രയം പരമപ്രധാനമായ കാര്യമാണ്. അങ്ങനെ ദൈവാർപ്പണ പരമപ്രധാനമാണ്. ആ
പരമപ്രധാനമായ ദൈവാശ്രയത്തിൻ്റെ വേദിയാണ് പ്രാർത്ഥന. കാര്യം കാണാനുള്ള കുറുക്കു വഴിയല്ല. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ദൈവം നമ്മിലുണ്ടെന്നും ദൈവത്തിലാണ് നമ്മളെന്നും ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള ബോധ്യമുണ്ടാവുകയും ഈ ദൈവമാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിയന്താവ്, അതുകൊണ്ട് ഞാൻ അവനിൽ ആശ്രയിക്കുന്നു, എൻ്റെ ആശ്രയത്വം ഞാൻ വിടുന്നു. സ്വാഭാവികമായും നമ്മെ ആത്മീയതയിലാണെങ്കിലും ജീവിതത്തിൽ എവിടെയാണെങ്കിലും തകർക്കുന്നൊരു പ്രധാനപ്പെട്ട വീഴ്ച അവനവനിലുള്ള ആശ്രയമാണ്. ഞാനാണ് പരമപ്രധാനം, എന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ചിലരുടെയൊക്കെ ഭാവം കണ്ടാൽ ഉത്തരം താങ്ങുന്ന പല്ലിയെപ്പോലെയാണ്. ഞാനിത് താങ്ങിപ്പിടിച്ചില്ലെങ്കിൽ ലോകമാകെ ഇടിഞ്ഞു വീഴുമെന്നാണ് മനുഷ്യരുടെ ധാരണ. അതുകൊണ്ട് ഞാനില്ലെങ്കിൽ എന്തു ചെയ്യും, എനിക്ക് ശേഷം പ്രളയമെന്നാണ് മിക്കവരും വിചാരിക്കുക, പ്രത്യേകിച്ച് കുടുംബനാഥന്മാർ എന്ന് കരുതുന്നവർ. ഞാനില്ലെങ്കിൽ എന്തു ചെയ്യും? ഒരു ചുക്കും സംഭവിക്കില്ല. നിങ്ങൾ മാറിയാൽ നിങ്ങൾ അതിനേക്കാൾ ഭംഗിയായി അവർ ജീവിക്കും. കാരണം ഓരോരുത്തരും വന്നിട്ടുള്ള ദൈവത്തിൽ നിന്നാണ്, ഓരോരുത്തരെ കുറിച്ചും പദ്ധതിയുള്ള ദൈവത്തിനാ. ദൈവത്തിനറിയാം എങ്ങനെ പരിഹരിക്കണമെന്ന്. ചിലരൊക്കെ ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്, 2 കുഞ്ഞുങ്ങളാണ്, ഭാര്യയുണ്ട്, ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയി, ദൈവത്തിന് കണ്ണിച്ചോരയില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ദൈവത്തിനറിയാം ഇവരെ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന്. അങ്ങനെ ദൈവാശ്രയ ബോധമുണ്ടായി ദൈവത്തോട് കൂടെയാണെന്ന ബോധ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ രീതി മാറും. അവിടെ സ്വാർത്ഥം കലരാതെയാകും, സ്നേഹത്തിൽ അധിഷ്ഠിതമാകും. നാം ചെയ്യുന്ന പ്രവൃത്തികളുടെയൊക്കെ നിയന്താവ് ദൈവമായതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന ബോധ്യത്തിലേക്ക് വരും. ഈശോ പറയുന്നുണ്ടല്ലോ, എൻ്റെ പിതാവ് പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. യേശു എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പൊ എൻ്റെ പ്രവൃത്തിയുടെ പിന്നിലുള്ള കാമഭാവം നഷ്ടപ്പെടും, നേടുക എന്ന ഭാവം നഷ്ടപ്പെടും, എന്നിട്ട് കൊടുക്കുക എന്നതിലേക്ക് എനിക്ക് വളരാൻ പറ്റും. അങ്ങനെ ഞാൻ എന്നിൽ തന്നെ ദൈവത്തെ അനുഭവിക്കുകയും ദൈവത്തിൽ എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും പരിപൂർണതാ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന. രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ ഭാഗം എന്താണ്? മൂന്നാമത്തെ ഭാഗം ഞാനല്ലെന്നും നീയാണ് ജീവിക്കുന്നതെന്നും പറയാൻ പറ്റും. എന്നിൽ ഞാനല്ല, നീയാണ് ജീവിക്കുന്നത്. എന്നിൽ ഞാനല്ല, നീയാണെന്ന് പറയുന്നിടത്താണ് പരിപൂർണത നമുക്ക് കൈവരിക്കാൻ കഴിയുക. അപ്പൊ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ക്രമമായൊരു വളർച്ചയുണ്ട്. പ്രാർത്ഥന ആത്മാനുഭവത്തിന്റെ വേദിയാണ്, പ്രാർത്ഥന ആത്മാശ്രയത്തിന്റെ വേദിയാണ്, പ്രാർത്ഥന ആത്മപൂർണതയുടെ വേദിയാണ്. ഈ പ്രാർത്ഥനയെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയും പ്രാർത്ഥന കേവല കാര്യസാധ്യത്തിന് വേണ്ടിയുള്ളതാണെന്ന് ധരിക്കുകയും ചെയ്യുന്നു. എനിക്ക് നിങ്ങൾക്ക് ആവശ്യങ്ങളുണ്ടല്ലോ, പ്രശ്നങ്ങളുണ്ടല്ലോ, അവയ്ക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ വിരോധമുണ്ടോ? ഒരു വിരോധവും ഇല്ല. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മിൽ നിന്ന് അത് കൈവിടുകയും ദൈവം നമ്മുടെ പക്ഷത്തെന്ന ബോധ്യത്തിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ ദൈവീകമായ പ്രേരണയ്ക്കകത്ത് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. പക്ഷേ കാര്യസാധ്യത്തിന് ഇങ്ങനൊരു കുറുക്കു വഴിയായൊരു പ്രാർത്ഥനയുണ്ട് എന്ന് എവിടെയെങ്കിലും കേട്ടാൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഒരു കുറുക്കു വഴിയല്ല പ്രാർത്ഥന എന്നാണ്. പ്രാർത്ഥന ഒരു ദൈവീക ബന്ധമാണ്. ആ ബന്ധം ഒരു കുറുക്കു വഴിയല്ല. ആ ബന്ധം ബന്ധജനകമായ ഒന്നാണ്. ആ ബന്ധം നിങ്ങളെ ദൈവവുമായി ബന്ധത്തിൽ ഏർപ്പെടാൻ ഇടയാക്കുന്നു എന്ന് മാത്രമല്ല, മറ്റുള്ളവരുമായുള്ള ബന്ധത്തിലും പുരോഗമിപ്പിക്കുന്നു. അങ്ങനെ ഞാനും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ ഇവരെല്ലാവരും ഒന്നായിരിക്കാൻ എന്ന ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നമ്മിൽ പൂർണ്ണമാകുന്നൊരു പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രാർത്ഥനയെ കുറുക്കു വഴിയാക്കി മാറ്റുന്ന പലവിധ പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ പിന്നാലെ നമ്മൾ അറിയാതെ പാഞ്ഞും പോകും. അപ്പൊ ഈ ഇക്കിളിയിടുന്ന പ്രവൃത്തിയാണ് പ്രാർത്ഥന, നമ്മൾ അറിയുന്നില്ല. കാര്യം സാധിക്കാനായിട്ട് ഈ ഒരു ഇക്കിളി ഉണ്ടെങ്കിൽ നടക്കും. ഏതാണ് ഇക്കിളി? 33 ദിവസം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, 33 പ്രാവശ്യം. ഞാനും ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കടബാധ്യതകളുടെയൊക്കെ നടുവിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് 33 പ്രാവശ്യം പ്രാർത്ഥിക്കണം ഒരു ദിവസം. മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ചെല്ലണം, എഴുന്നേറ്റ് നിന്ന് ഒരു ഭാഗം ചെല്ലണം, വീണ്ടും മുട്ടുകുത്തണം, 33 പ്രാവശ്യം ചെല്ലണം. ഇങ്ങനെ എഴുന്നേറ്റ് നിന്നും 33 പ്രാവശ്യം ചെയ്യണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അന്ന് നല്ല ചെറുപ്പമായിരുന്നു ഞാൻ. എനിക്കിപ്പോഴാണെങ്കിൽ ശരീരത്തിന് വലിയ ഭാരമില്ലാത്തതുകൊണ്ട് മുട്ടുകുത്തി എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ മുട്ടുകുത്തി എഴുന്നേൽക്കാൻ കഴിയാത്ത ഒരാളാണ് ഈ പ്രാർത്ഥന കാണുന്നെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ദൈവമേ, മുട്ടുകുത്തി കൈവിരിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ഒന്നും കിട്ടില്ലെന്ന് അയാൾ ധരിക്കും. അതൊരു പുസ്തകം അടിച്ചിറക്കിയേക്കാണ്.
കത്തോലിക്ക സഭയുടെ വല്ല ആധികാരികത ഉണ്ടോ? ഒരു ആധികാരികതയില്ല. ആരാ ചെയ്തേക്കുന്നത്? ഒരു പുരോഹിതനാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം വിഗ്രഹാർപ്പിത ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞത്, അതിൻ്റെ താഴെ വന്ന് പറഞ്ഞത്, അച്ഛന്മാരൊക്കെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഉണ്ട്, അതാണല്ലോ നമ്മൾ പറയാനിടയാകുന്നത്. ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അച്ഛന്മാർ പഠിപ്പിച്ചാൽ അത് പ്രബോധനാവോ? ഇല്ല. ഒരു വിശുദ്ധാത്മാവ് തന്നെ പഠിപ്പിച്ചാലും പ്രബോധനാവില്ല. അതാണ് സഭയുടെ പ്രത്യേകത. സഭ ഒരു വിശുദ്ധാത്മാവിൻ്റെ ഒരു പഠനം അംഗീകരിച്ച് സഭ പ്രഖ്യാപിച്ചാൽ മാത്രമേ അതാവുള്ളൂ. വിശുദ്ധാത്മാവ് പറഞ്ഞതായതുകൊണ്ട് അത് കംപ്ലീറ്റ് ആവില്ല. വിശുദ്ധാത്മാവിൻ്റെ ഈ പറച്ചിലും പ്രബോധനമല്ല വിശുദ്ധി, അത് വേറെ കാര്യമാണ്. സഭയിൽ ഡോക്ടർ ഓഫ് ദി ചർച്ച് ഉണ്ട്. അങ്ങനെ വിശ്വാസം പഠിപ്പിക്കാൻ ആധികാരികതയുണ്ടെന്ന് പറയുന്ന ഡോക്ട്രൈനുകൾ പോലും സഭ തീരുമാനിക്കുമ്പോഴാണ്. അതുകൊണ്ട് വിശുദ്ധന്റെ പ്രബോധനത്തിൽ മഹാത്മ്യം ഉണ്ടായെന്ന് അയാൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ തോന്നിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഒരു പുസ്തകം അടിച്ചിറക്കുന്നു. നിരവധിയായ പ്രാർത്ഥനകൾ കാണാൻ പറ്റും. 21 ദിവസം 31 ദിവസം പ്രാർത്ഥിച്ചാൽ, 9 ദിവസം പ്രാർത്ഥിച്ചാൽ, 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് വചനം വായിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഒരു ദിവസം അരമണിക്കൂർ നേരം വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ നിങ്ങൾക്ക് ദണ്ഡവിമോചനമുണ്ട്. 3 ദിവസം വചനം ശ്രവിച്ചാൽ ദണ്ഡവിമോചനമുണ്ട്. കുമ്പസാരിച്ചൊരുങ്ങി വിശുദ്ധിയോടെ വചനം കേൾക്കുന്നു 3 ദിവസം, ദണ്ഡവിമോചനമുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല ഇത് പറഞ്ഞത്. പക്ഷേ സഭ പറയാത്ത കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും, നിങ്ങൾ ഏത് കാര്യത്തിന് പ്രാർത്ഥിച്ചാലും നടക്കുമെന്ന് സഭ ആധികാരികമായി ഒരു രേഖകളിലും പഠിപ്പിക്കാത്തത് എന്തുകൊണ്ട്? മാർപ്പാപ്പയെ കുറിച്ച് വരെ പഠിപ്പിക്കണ്ടല്ലോ. ഇവിടെ ഒരു പുരോഹിതനോ ഒരു ശുശ്രൂഷകനോ ഒരു പുതിയ പ്രാർത്ഥന കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടിയ പ്രാർത്ഥന ഏറ്റുപിടിച്ച് അത് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു സംഘം വത്തിക്കാനിലുണ്ട്, വിശ്വാസ തിരുസംഘം. അവരിതൊക്കെ പഠിക്കുന്നുണ്ട്. പഠിച്ചിട്ട് ആവശ്യമുള്ളതാണെങ്കിൽ നമ്മളോട് പറയും. അങ്ങനെ പറയുന്ന കാര്യങ്ങളല്ലേ വിശ്വാസികൾ കേൾക്കേണ്ട കാര്യമുള്ളൂ. അതല്ലേ ആധികാരികമായ പഠനം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന സഭ നൽകാത്തത്? ഇപ്പൊ ജപമാല സഭ നൽകിയ പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവേ സഭ നൽകിയ പ്രാർത്ഥനയാണ്. ആധികാരികതയുണ്ട്. 33 നമസ്കാരങ്ങൾ നമ്മൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സഭ നൽകിയതാണ്. നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് സഭ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രചരിപ്പിക്കാത്തത്? 33 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ കടബാധ്യതകൾ മാറുമെന്ന ഒരു കുറുക്കു വഴി ഫലപ്രാപ്തി ഉള്ളതാണെങ്കിൽ വിശ്വാസ തിരുസംഘത്തിന് ബോധമില്ലേ? അത് നാട്ടുകാരെ മുഴുവൻ പഠിപ്പിക്കണ്ടേ? ലോകം മുഴുവൻ പഠിപ്പിക്കണ്ടേ? സാമ്പത്തിക മാന്ദ്യമില്ലേ ലോകത്ത്? പഠിപ്പിക്കണ്ടേ? മഹാമാരിയിൽ നൊഴിയാൻ ഒരു പ്രത്യേക പ്രാർത്ഥന ഉടനെ തന്നെ അത് അച്ചടിക്കട്ടെ. ലോകം മുഴുവനും കൊടുക്കണ്ടേ? കൊറോണ പോവില്ലേ? അതെന്താ ചെയ്യാത്തത്? പാത്രം കൊട്ടിയ കൊറോണ പോകുമെന്നും ഗോ കൊറോണ എന്ന് പറഞ്ഞാൽ പോകുമെന്നും പറഞ്ഞ് ചാണകവെള്ളം കുടിച്ച് കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടായില്ലേ? അവരും ചെയ്തില്ലേ? ചെറിയ പ്രതിമകൾ ഉണ്ടാക്കി ഇത് മന്ത്രം ചെയ്ത് ഇതിനെ പുഴയിൽ ഒഴുക്കിയാൽ അതോടെ തീരും കൊറോണ എന്ന് പറഞ്ഞ് ചെയ്തില്ലേ? അതേപോലെ ദിവികാരനെ വിളിക്കാൻ നോക്കിയില്ലേ? അപ്പൊ ഇങ്ങനെ കുറുക്കുവഴികൾ ചെയ്യാൻ ആരാണ് അധികാരം കൊടുക്കുന്നത്? ഈ കുറുക്കുവഴികൾ വിശ്വാസികൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സഭയ്ക്ക് ആധികാരികമായ പ്രബോധനങ്ങളുണ്ട്. പ്രാർത്ഥനയെ സംബന്ധിച്ച പ്രബോധനമുണ്ട്. സഭ എന്താണ് പറയുന്നത് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരച്ഛൻ പറഞ്ഞെന്നോ ഒരു ശുശ്രൂഷകൻ പറഞ്ഞെന്നോ ഒരു ധ്യാനത്തിൽ കേട്ടെന്നോ അതെല്ലാം വേദവാക്യം എന്ന് പറഞ്ഞ് തലയിൽ ചുമക്കല്ല വേണ്ടത്. അപ്പൊ ഈ അടുത്ത് കേട്ടൊരു പ്രാർത്ഥന 33 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് കാര്യവും ജീവിതത്തിൽ ഏത് കുരുക്കും അഴിയുന്ന ഒരു പുതിയ മാതാവിനെ കുറിച്ചാണ്. മാതാവിനെ പലയിടത്തും പലതായി ചിത്രീകരിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ നമ്മോട് പറഞ്ഞ ഒരു ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ എന്ത് ചോദിച്ചാലും തരാമെന്നും പരിശുദ്ധമ്മ പറഞ്ഞിട്ടില്ല. പരിശുദ്ധമ്മ പറഞ്ഞത് നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവിൻ. യോഹന്നാൻ 2:5 നിങ്ങൾ അവൻ പറയുന്നത് ചെയ്യുവിൻ. യേശു എന്താണ് പറഞ്ഞത്? ദൈവത്തിന്റെ വചനമാണ്. ആ വചനം പ്രാവർത്തികമാക്കാനാണ് മറിയം പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ് മറിയം അധികം സംസാരിക്കാത്തത്? മറിയത്തിന് അവിടെ സംസാരിക്കേണ്ട കാര്യമില്ല. മറിയം തൻ്റെ ജീവിതത്തിൽ ദൈവത്തോട് പറഞ്ഞൊരു വാക്കും മനുഷ്യരോട് പറഞ്ഞൊരു വാക്കുമുണ്ട്. ഒന്ന് ദൈവത്തോട് പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്നാണ്. രണ്ടാമത് പറഞ്ഞത്, മക്കളെ നിങ്ങൾ അവൻ പറയുന്നത് കേൾക്കുവിൻ. 2 കാര്യങ്ങളെ മറിയത്തിനുള്ളൂ. പരിശുദ്ധമ്മ ലോകത്ത് മുഴുവൻ പ്രത്യക്ഷപ്പെടുന്നു. യേശുക്രിസ്തു പോലും പ്രത്യക്ഷപ്പെടുന്നില്ലേ? അപ്പോഴാണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ പരിശുദ്ധമ്മ മഹാശക്തയായതുകൊണ്ടാണ് എന്ന് ധാരണ. യഥാർത്ഥത്തിൽ എന്താണ് പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടാൻ കാരണം? എന്താണ്?
പരിശുദ്ധമ്മ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. അവൾ സ്വർഗത്തിലും ഭൂമിയിലും ഉണ്ട്. അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ക്രിസ്തുവിന് വേണ്ടി ഒരുക്കാൻ കഴിയും. കാരണം അവളുടെ സമർപ്പണ ഭാവമാണ് പുത്രനെ സ്വീകരിച്ചത്. ആ സമർപ്പണ ഭാവത്തിലേക്ക് മക്കൾ വരണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. ലോകത്ത് മുഴുവൻ പ്രത്യക്ഷപ്പെട്ട് അവളത് പറയാറുണ്ട്. യേശുക്രിസ്തു എന്താണ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെടാത്തത്? യേശുക്രിസ്തു ഓൾറെഡി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണല്ലോ, ദിവ്യകാരുണ്യമായിട്ടിരിക്കുകയാണ്. ഇനി യേശുക്രിസ്തു രണ്ടാമത് പ്രത്യക്ഷപ്പെടേണ്ട കാര്യമില്ല. അവൻ ഇവിടെ നമ്മുടെ മുൻപിൽ ദിവ്യകാരുണ്യമായി നിലനിൽക്കുന്നു. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രാർത്ഥനയിലെ ഈ തട്ടിപ്പുകൾ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കേട്ട പ്രാർത്ഥന കുരുക്കഴിക്കുന്ന മാതാവെന്നാണ്. പലതരം മാതാവുണ്ടെന്നാണ്. ഇത് കുരുക്കഴിക്കുന്ന മാതാവാണ്. കുരുക്കഴിക്കുന്ന മാതാവിനോട് പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടക്കും. 33 ദിവസം പ്രാർത്ഥിക്കണം. ഒരു ദിവസം 33 പ്രാവശ്യം. ഒറ്റയടിക്ക് 33 പ്രാവശ്യം ചെല്ലിയാൽ അത്രയും നല്ലത്. ഇടയ്ക്ക് വിട്ടായാലും കുഴപ്പമില്ല. 33 പ്രാവശ്യം പ്രാർത്ഥിക്കുക, 33 ദിവസം പ്രാർത്ഥിക്കുക. അതിനിടയ്ക്ക് നിങ്ങളുടെ ഏത് ജീവിത പ്രയാസമാണെങ്കിലും നടന്നു കിട്ടും. എന്താണ് ഈ പറയുന്നതിൻ്റെ പിന്നിലെ അബദ്ധം? ഇനി രണ്ടാമത്, അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയ പ്രാർത്ഥന, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ, അനുഭവം കിട്ടിയല്ലോ, നിങ്ങളത് 33 പേർക്ക് കൊടുക്കുക. നിങ്ങളിത് എവിടെയെങ്കിലും വേറെ കേട്ടിട്ടുണ്ടോ? ഞാനൊരിക്കൽ ഈ പ്രാർത്ഥന കണ്ടത് ദിവ്യകാരുണ്യ ചാപ്പലിന് മുമ്പിൽ വെച്ച പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. 33 പ്രാവശ്യം ചെല്ലുക, 33 പേർക്ക് കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അത് 33 പേർക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കൊരു ദുരിതം വരും. 33 പേർക്ക് കൊടുത്താൽ ഒരു അത്ഭുതം സംഭവിക്കും. ഇതേപോലെ അന്തോനീസിന്റെ പേരിലുണ്ട്. ഇനി മറ്റു മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ദേവന്മാരുടെയും ദേവിമാരുടെയും പേരിലും ഇതേപോലെ പ്രാർത്ഥനയുണ്ട്. 33 പ്രാവശ്യം പ്രാർത്ഥിക്കുക, 33 പേർക്ക് അയച്ചു കൊടുക്കുക, ഒരു അത്ഭുതം സംഭവിക്കും. ഇത് അയച്ചു കൊടുത്തില്ലെങ്കിൽ അപകടം സംഭവിക്കും. അതേ പ്രാർത്ഥനയുടെ മെത്തേഡിൽ ഒരു പുതിയ സാധനം വരികയാണ്. 33 പ്രാവശ്യം കുരുക്കഴിക്കുന്ന പ്രാർത്ഥന. മാതാവ് കുരുക്കഴിക്കുന്ന മാതാവാണത്രേ. ഇപ്പോൾ ഉള്ളത് പ്രിന്റിംഗ് മീഡിയ അല്ല, നേരത്തെ പ്രസ്സുകാരാണ്. ഒരു പ്രസ്സിൽ തന്നെ, ഞാനിത് എറണാകുളത്ത് പോയി കണ്ടുപിടിച്ചാണ്, ഒരു പ്രസ്സിൽ തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളുടെയും പേരിലുള്ള ഈ പ്രാർത്ഥനകൾ അടിക്കുന്നത്. അത് വാങ്ങിക്കൊണ്ടു പോകുന്ന ആളുകളുണ്ട്. അത് വാങ്ങിക്കൊണ്ടുപോയി വിതരണം ചെയ്യും. വിതരണം ചെയ്ത് കഴിയുമ്പോൾ 33 പ്രാവശ്യം ഇത് വേണ്ടി വരും. അപ്പോൾ ഇത് പിന്നെ പ്രാർത്ഥന അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോൾ പ്രസ്സിൽ ചെല്ലും, അച്ചടിക്കാൻ പറയും. അപ്പോൾ അവർ 33 എണ്ണം കൊടുക്കും. പിന്നെ കാർഡ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി വാട്സപ്പിലായി. വാട്സപ്പ് ഷെയറിംഗ് ആണ്. വാട്സപ്പ് തുറക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ പ്രാർത്ഥനകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അത്ഭുത പ്രാർത്ഥന വേറെ വരുന്നു, അത് വേണോ ഇത് വേണോ, ഇപ്പം അത് തന്നെ കൺഫ്യൂഷനായി. അപ്പം ഈ പ്രാർത്ഥന ഉണ്ടായ ജർമ്മനിയിലാണ്. ലയോൺസിലെ മെത്രാനായിരുന്ന ഐറേനിയസിന്റെ തത്വത്തിൽ നിന്നാണ് ഈ പ്രാർത്ഥന രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. ഐറേനിയസ് മഹാനായ വിശുദ്ധനാണ്. അദ്ദേഹത്തോട് നമുക്ക് എതിരഭിപ്രായമില്ല. പക്ഷെ വിശുദ്ധാത്മാക്കൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സഭ പ്രാമാണികമായിട്ട് എടുക്കാറുണ്ടോ? ഇല്ല. മഹാവിശുദ്ധനായ വിശുദ്ധ അഗസ്റ്റിന്റെ ചില ധാരണകൾ പോലും സഭ നിരാകരിച്ചു. ജന്മപാപത്തെ സംബന്ധിച്ച് അഗസ്റ്റിൻ പറഞ്ഞ പ്രബോധനങ്ങൾ സഭ അംഗീകരിച്ചില്ല. സൂനകദോസ് തള്ളിക്കളഞ്ഞു. കാരണം അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിന്റെ അടിസ്ഥാന സ്വഭാവമായിട്ട് ചേർന്ന് പോകാത്തതാണ്. അതുകൊണ്ട് അത് തള്ളിക്കളഞ്ഞു. സഭ ഒരാൾ പറയുന്നത്, ഒരു വിശുദ്ധൻ പറയുന്നതോ വിശുദ്ധ പറയുന്നതോ ആകട്ടെ, അത് ആധികാരികമാണെന്ന് പ്രഖ്യാപിച്ചാൽ, ഡോക്ടർ ഓഫ് ദി ചർച്ചാണ് അഗസ്റ്റിൻ, ചെറിയ ആളല്ല. അഗസ്റ്റിനസ് ചെറിയ ആളല്ല. പക്ഷേ ആ പഠനം പോലും സഭ അംഗീകരിക്കുന്നില്ല. സഭയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെ പ്രബോധനങ്ങൾ പറയുന്ന നിരവധി ആളുകളുണ്ട്. ഐറേനിയസ് പറയുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്: ആദ്യം പാപം ചെയ്തത് ഹവ്വയാണ്. കേൾക്കുമ്പോൾ ന്യായമാണല്ലോ, ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെയാണല്ലോ. അവളാണല്ലോ പഴം ആദ്യം പിശാചിന്റെ വാക്ക് കേട്ട് തിന്നത്. അതുകൊണ്ട് അവളാണ് ഈ കുരുക്കുകൾക്കൊക്കെ കാരണമായിട്ട് മാറിയത്. രണ്ടാമത്തെ ഹവ്വയാണല്ലോ മറിയം, അതും ശരിയാണല്ലോ. അപ്പോൾ ഈ ഹവ്വ ആദ്യത്തെ കുരുക്കഴിക്കും. ഇതാണ് തത്വം. ദൈവവചനം എന്താ പറയണേ? ദൈവവചനം പാപം കടന്നു വന്നതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഹവ്വ പാപം ചെയ്തത് മൂലമെന്നാണോ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്? റോമർ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 12-ാം തിരുവചനത്തിൽ അവിടെ ആദവും ഹവ്വയൊന്നുമില്ല. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തേക്ക് കടന്നു. അവിടെ ആദം ഹവ്വ എന്ന് വേർതിരിവില്ല. അതിന് ഹവ്വം ആണ് കുരുക്കൊക്കെ ഉണ്ടാക്കിയതെങ്കിൽ ഉൽപ്പത്തി കഥയിൽ തന്നെ എന്ത് ചെയ്താൽ മതി? നമ്മൾ തുടക്ക കേന്ദ്രത്തെ പിടിച്ചാൽ പോരെ, 1-ാം പ്രതിനെ മാത്രം പിടിച്ചാൽ പോരെ? അവൾ പ്രലോഭിപ്പിച്ചാണല്ലോ 2-ാമത്തെ ആൾക്ക് കൊടുത്തത്. അങ്ങനെ ഒരു വേർതിരിവ് അതിനകത്തില്ല.
ഉൽപ്പത്തി പുസ്തകം മനുഷ്യൻ പാപം ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയിലാണ് ഈ പറഞ്ഞ ഹവ്വ പാപം ചെയ്തു എന്ന കാര്യമുള്ളത്. മനുഷ്യൻ പാപം ചെയ്തു, ദൈവത്തിന്റെ വാക്ക് കേട്ടില്ല. അത് ആര് പറഞ്ഞിട്ടാണെന്നുള്ളതല്ല, ആര് പ്രലോഭിപ്പിച്ചിട്ടാണെന്നുള്ളതല്ല, മനുഷ്യൻ ഉത്തരവാദിത്വം നിറവേറ്റിയില്ല, തെറ്റേറ്റ് പറഞ്ഞില്ല, വീണുപോയി. അതുമൂലം മരണമുണ്ടായി. അത് മനുഷ്യന് വന്ന വീഴ്ചയാണ്, ഹവ്വയുടെ വീഴ്ചയല്ല. അത് ഐറനസ് പറഞ്ഞാൽ വചനം തിരുത്താൻ പറ്റൂ? തിരുത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വെർഷൻസ് പലതും ഉണ്ടാകാം, ചിന്താഗതികൾ പലതും ഉണ്ടാകാം. പക്ഷേ സഭ ആധികാരികമായി പറയുന്നത് മനുഷ്യന്റെ പാപം ആണ് അവന്റെ വീഴ്ചയ്ക്ക് കാരണമെന്നാണ്. ആ പാപത്തിന്റെ തുടർച്ചക്കാരായിട്ട് നമ്മൾ ഇരിക്കണേ എങ്ങനെയാ? നമ്മൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവിക ചിന്തകൾക്കെതിരായിട്ട് മാറുമ്പോൾ നമ്മൾ വീണുപോകും. അങ്ങനെ വീണുപോയാൽ നമുക്ക് എഴുന്നേൽക്കാൻ മാർഗമുണ്ട്. കുരുക്ക് നിലനിൽക്കുന്നില്ല. കുരുക്ക് യേശുക്രിസ്തു തീർന്നു പോയെന്നേ. ഈ ലോകത്ത് കാണുന്ന തകർച്ചയും രോഗവും ദുരിതമൊന്നും കുരുക്കല്ല. നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകുന്ന വഴക്ക് കുരുക്കല്ല. ഇത് സ്വാഭാവിക പ്രകൃതിയാണ്. പ്രകൃതിയെ മനസ്സിലാക്കുക. നശ്വര പ്രകൃതമാണ്. മനുഷ്യൻ നശ്വര പ്രകൃതിയാണ്. മാനുഷിക ഭാവം ഇവിടം കൊണ്ട് ഈ നശ്വര പ്രകൃതി തീരും. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോഴാണ് അനശ്വരരായി മാറുക. നമ്മുടെ അനശ്വരത്വം ദൈവത്തിലാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം തകരുന്നവയാണ്. ഇവയൊന്നും നിലനിൽക്കുന്നവയല്ല. ഇതൊന്നും നിലനിർത്താനായിട്ട് നമ്മൾ ബലം പിടിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ തിരിച്ചറിയണം. അല്ല, ദൈവം എന്താണ് അവരോട് ക്രൂരത കാണിച്ചത്? ക്രൂരതയല്ലെന്നേ, ഇതിന്റെ പ്രകൃതം അതാണ്. ഇതിന്റെ പ്രകൃതം അതാണ്. ഇത് നാശോന്മുഖമായ ഒന്നാണ്. പക്ഷെ ഈ നാശം അവസാനമല്ല. ഈ നാശം തീർന്നു പോകുന്നതല്ല. ഇതിനെ നിങ്ങൾ അതിജീവിക്കും. നിങ്ങൾക്ക് ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ഈ കേവലമായ ഭൗതിക പ്രപഞ്ചം മാത്രമല്ല ഉള്ളത്, അനശ്വര പ്രപഞ്ചമുണ്ട്. അത് ദൈവത്തിലാണ്. ഈ ബോധ്യമാണ് വിശ്വാസം പഠിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഹവ്വ പാപം ചെയ്തു എന്ന് സഭ പഠിപ്പിച്ചിട്ടില്ല. ഹവ്വയുടെ പാപമാണ് കുരുക്കുണ്ടാക്കിയെന്ന് പഠിപ്പിച്ചിട്ടില്ല. ഹവ്വയുടെ പാപത്തിന്റെ കുരുക്കാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളും തകർച്ചകളും വിവാഹ തടസ്സങ്ങളും കഷ്ടതകളും ഞെരുക്കങ്ങളും എന്ന് സഭ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അത് പറയുക? അപ്പൊ അതുകൊണ്ട് ഈ കുരുക്കഴിക്കാനായിട്ട് ഹവ്വ വരുന്നു എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഹവ്വ വരുന്നു എന്ന് പറയുന്നത് പരമബോഷ്കാണ്. വിശ്വാസ സംബന്ധമായി അത് എതിരാണ്. ഇനി ആരാണ് ഈ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചത്? റോമർ 5:18 പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മൂലം പാപവും മരണവും കടന്നു വന്നു, അതേപോലെ മറ്റൊരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി മൂലം ജീവൻ പ്രവേശനം ചെയ്തു, മരണത്തെ അതിജീവിച്ചു. അങ്ങനെ ക്രിസ്തുവാണ് നമ്മെ കെട്ടുകളിൽ നിന്ന് അഴിച്ചതുമാണ്. പാപം മൂലം എന്ത് കുരുക്കുണ്ടായിട്ടുണ്ടോ ആ കുരുക്ക് ക്രിസ്തുവിൽ അഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി ആ കുരുക്കഴിക്കാൻ നടക്കരുത്. ഇല്ലാത്ത കുരുക്ക് കിടന്ന് ബലം പിടിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ ഈ കുരുക്കാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നിങ്ങളെ ദൈവം ഇങ്ങനെ കുരുക്കിലിടുകയല്ല. ആ ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 33 ദിവസം 33 പ്രാവശ്യം പ്രാർത്ഥിച്ച് 33 പേർക്ക് അയച്ച് അത്ഭുതം സംഭവിക്കാൻ കാത്തിരിക്കുന്ന ഒരു മായാലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന്റെ പുറകിലുള്ളത് ഒരു പ്രലോഭനം മാത്രമാണ്. അത് വിശ്വാസ സംബന്ധമായ ഒരു ഉയർച്ചയല്ല. അനേകർ ഇതിന് താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്, എനിക്കത് നടന്നു കിട്ടി, എനിക്കത് നടന്നു കിട്ടി. 50-50 ചാൻസ്, അത്രേ ഉള്ളൂ. ഈ ലോകത്തിലെ സകല മനുഷ്യരെയും നോക്കുന്നയാളാണ് ദൈവം. സകല മനുഷ്യരെയും. വിശക്കുന്ന ഒരു കുഞ്ഞിനെയും ദൈവം കാണാതിരിക്കുന്നില്ല. ആ ദൈവം തന്ന കണ്ണുകൊണ്ട് നീ ആ കുഞ്ഞിനെ കാണാതെ പോകുന്നതാണ് കുഴപ്പം. ദൈവം എന്തേ നോക്കാത്തതെന്നല്ല ചോദിക്കേണ്ടത്, നീ എന്തേ കാണാത്തത്? നമ്മുടെ മുമ്പിൽ ഒരാൾ ഇല്ലാത്തവനായിട്ട്, ദരിദ്രനായിട്ട്, കഷ്ടപ്പെടുന്നവനായിട്ട് കാണുമ്പോൾ ദൈവത്തിന് കണ്ണില്ലേ, ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നില്ലേ? നീ എന്തേ കാണാത്തത്? കൊൽക്കത്തയിൽ ഒരു പെൺകുട്ടിയെ ഹീനമായി കൊല ചെയ്തില്ലേ? മാനഭംഗപ്പെടുത്തി ഹീനമായി കൊല ചെയ്തില്ലേ? ദൈവം എവിടെ? ആ ദൈവം നീയാണ്. നിന്റെ കണ്ണിലൂടെയാണ് ദൈവം കാണേണ്ടത്. എന്തുകൊണ്ട് നീ കണ്ണു തുറക്കുന്നില്ല? എന്തുകൊണ്ട് നീ ശബ്ദിക്കുന്നില്ല? എന്തുകൊണ്ട് നീ കരുതലുള്ളവനായി മാറുന്നില്ല? നിന്നോടാ ചോദ്യം. ദൈവം ദൂരെ വസിക്കുന്ന ഒരാളല്ല വന്നിടപെടാൻ. ദൈവം നിന്നിലൂടെയാണ് പ്രവർത്തിക്കുന്നത്, നിന്നിലാണ് വസിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിന്റെ വചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. ദൈവം മേലെ ഇരുന്ന് ആകാശത്തിരുന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് കരുതല്ലേ. ആ ദൈവം നിന്നി പ്രവർത്തിക്കേണ്ട ആളാ. എന്തുകൊണ്ടേ നിനക്ക് മനം നോവാത്തത്? എന്തുകൊണ്ടേ നീ പ്രവർത്തിക്കാത്തത്? അന്യന്റെ വിശപ്പ് കാണുമ്പോൾ നിന്റെ നെഞ്ചെന്തേ ഉരുകാത്തത്? ആർക്കെങ്കിലും അനാഥത്വം ഉണ്ടാകുമ്പോൾ നീ എന്തേ നാഥനാകാമെന്ന് പറയാത്തത്? നിന്റെ പ്രശ്നമാണ്. അതിന് ദൈവത്തെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത്, നാം ദൈവസന്നിധിയിലായിരിക്കുന്നത്
ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്ന അനുഭവം ഉണ്ടാകാനാണ്. അതിനാണ് പ്രാർത്ഥന. കാര്യസാധ്യത്തിനായുള്ള കുറുക്കു വഴികൾ തേടി അലയുമ്പോൾ, ജീവിത പ്രശ്നങ്ങളെ ഇങ്ങനെ ലളിതമായി പരിഹരിക്കാമെന്ന് വിചാരിക്കുമ്പോൾ മന്ത്രവാദ സമാനമായ അബദ്ധത്തിലേക്ക് നിങ്ങൾ നിബന്ധിക്കുകയും ദൈവാനുഭവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യാം. ദൈവാനുഭവം കേവലമായി കാര്യസാധ്യ ലബ്ധിയാണെന്ന് വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ ഒരു ഉപകരണമാക്കി മാറ്റുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മൂർത്തിയാക്കി മാറ്റുന്നു. പരമപ്രഭാവവാനായ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണമെന്ന സത്യം മറന്ന് നമ്മുടെ ഇഷ്ടത്തിന് അവൻ പ്രവർത്തിക്കുന്നുവെന്ന കേവല ലളിതയുക്തിയിലേക്ക് അവനെ വലിച്ചു കൊണ്ടുവന്ന് ദൈവത്തെ നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്, ദൈവത്തെ നിങ്ങൾ തിരസ്കരിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമുക്ക് കഷ്ടപ്പാടും വേദനയും രോഗവും ദുരിതവും ഒക്കെ ഉണ്ട്. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. അവൻ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമ്മുടെ വേദനകൾ അറിയുന്നവനാണല്ലോ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമ്മുടെ രോഗങ്ങളും എല്ലാം മുറിവുകളായി ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി സർവ്വതും തരുന്നൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന സത്യം നമ്മൾ തിരിച്ചറിയുകയും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമ്മെ തന്നെ അർപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയെ സംബന്ധിച്ച് ഇത്തരം തെറ്റായ പ്രബോധനങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം പടച്ചുവിടലുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ പായാതെ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെന്ന പരമയാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവായി മറ്റുള്ളവർക്ക് അനുഭവപ്പെടുത്താൻ സ്വയാർപ്പണത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കാൻ ദൈവമേ ആത്മാവിനാൽ എന്നെ നയിക്കണമേ എന്ന് ഹൃദയപൂർവ്വം ഒന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന കാരുണ്യം, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന സ്നേഹം, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന വാത്സല്യം, നിങ്ങളുടെ അകത്ത് വസിക്കുന്ന കരുതലിൻ്റെ ശക്തി ഈ ലോകത്ത് വെളിച്ചമായി പ്രകാശിക്കും. അങ്ങനെ പ്രകാശിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.